CAA കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയുന്നവർ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുപ്രചരണങ്ങൾ നടത്തുന്നവർക്ക് തിരിച്ചടിയാണ് ലഭിക്കുന്നത്. മോദിയുടെ രാഷ്ട്രീയവും രാഷ്ട്രവുമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നും തൃശൂരിൽ വിജയമുറപ്പെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും. സുരേഷ് ചേട്ടാ, വലിയ ആവേശം തന്നെയാണ്. എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം മോദിയുടെ രാഷ്ട്രീയമാണ്, മോദിയുടെ രാഷ്ട്രമാണ്, മോദി പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. തീർച്ചയായും CAA ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഇങ്ങനൊക്കെ പറഞ്ഞ് ചില എന്താണ് ഈ വിടുവായത്തം പറയാന്ന് പറയത്തില്ല, വിടുവായത്തം ചെയ്യലാണത്. വെറുതെ കബളിപ്പിക്കാനാ, വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ സൂചിപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നുമല്ല രാജ്യത്തെ നിയമം. രാജ്യത്തെ നിയമം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഉൾക്കൊണ്ടേ മതിയാവും. അത് അവർ നോക്കിക്കോളും. തീർച്ചയായും എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും വലിയ ജനപങ്കാളിത്തമാണ്. പക്ഷേ അതിനെയൊക്കെ കുപ്രചരണങ്ങൾ കൊണ്ട് മാറ്റുവാൻ വേണ്ടി പല ശ്രമങ്ങളുണ്ടാവില്ല. അതിനൊക്കെ കുപ്രചരണക്ക് വിലയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ കുപ്രചരണം നടത്തുമ്പോഴും അടുത്ത ദിവസം അവർക്ക് തിരിച്ച് കർണത്തടിയായി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അത് പതുക്കെ പതുക്കെ അവരെ തൊഴിച്ച് പുറത്താക്കുന്നതിലേക്ക് ചെന്നോളൂ. വിജയത്തിലേക്ക് തന്നെയാണ് ഈ യാത്ര. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ തന്നെ വിജയത്തിലേക്ക് തന്നെയാണ് ഈ യാത്ര. അതിന് തന്നെയാണ് ഇത്രയധികം ജനങ്ങളുടെ പിന്തുണയും ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഗുരുവായൂരിലെ റോഡ് ഷോ തന്നെ നോക്കുമ്പോൾ മനസ്സിലാകും വലിയൊരു ജനസഞ്ചയം അദ്ദേഹത്തോടൊപ്പമുണ്ട്. വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ മണ്ണിനെ വികസനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അദ്ദേഹം തന്നെ വിജയിച്ചു വരുമെന്നാണ് ഇവിടെയുള്ള ജനങ്ങളും വ്യക്തമാക്കുന്നത്.